कदा मह्यं ददामि स्वपदान्ते वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणा ललिता श्रीविशाखामितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्दा राधा कान्दा नमोऽस्तुते तप्तकाञ्चन गौराङ्गी राधे बृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वञ्चाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे मूगं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम् ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ മഹാകാരുണ്യം കൊണ്ട് നമ്മൾ കുറച്ച് മാസങ്ങളായി ശ്രീകൃഷ്ണ കഥാമൃതം എന്ന് പറയുന്ന ഈയൊരു സീരീസ് ഓഫ് ക്ലാസ്സുകൾ നമ്മൾ എടുത്തു വരുന്നു. എല്ലാം ഭഗവാന്റെ മഹാകാരുണ്യമാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് യാത്രയുണ്ടായിരുന്നു. അതുകൊണ്ട് ക്ലാസ് മുടങ്ങാതെ നമ്മൾ നോക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ സമയം, ദിവസം മാറിയിരുന്നു, ടോപ്പിക്കും മാറിയിരുന്നു. നമ്മൾ ബാക്ക് ടു പഴയ പോലെ നമ്മൾ പ്രധാനപ്പെട്ട ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ഇന്നു മുതൽ വീണ്ടും ആരംഭിക്കുന്നു. തിരിച്ച് ഞാൻ സ്ഥലത്തേക്ക് എത്തി. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 6-ാമത്തെ ശ്ലോകമാണോ 7-ാമത്തെ ശ്ലോകമാണോ? എത്ര ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു? 6. ഓക്കെ, വെരി ഗുഡ്. 6 ശ്ലോകങ്ങൾ പഠിച്ചു. അപ്പോൾ അവസാനം നമ്മൾ പഠിച്ച ശ്ലോകം ഏതായിരുന്നു? നിരാശീർനിർമ്മമോ ഭൂത്വാ യുദ്ധസ്വ വിഗതജ്വരഃ. അത് മയി സർവാണി കർമാണി സന്യാസ്യാധ്യാത്മ ചേതസ നിരാശീർനിർമ്മമോ ഭൂത്വാ യുദ്ധസ്വ വിഗതാജ്വരഃ. അർത്ഥം എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വേറെ ആരെങ്കിലും? യെസ് പ്രഭു, പറയൂ. അതുകൊണ്ട് അല്ലയോ അർജുന, നിന്റെ കർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് എന്നെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തോടെ ലാഭേച്ഛയോ ഉടമസ്ഥ അവകാശബോധമോ അലസതയോ കൂടാതെ യുദ്ധം ചെയ്യൂ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. വേറെ ആരെങ്കിലും ഒരാൾ പറയൂ, എന്താണ് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം? ഹരേ കൃഷ്ണ. പറയൂ. ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക എന്നതാണ് മെയിൻ. എൻ്റെ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. വെരി ഗുഡ്. സന്യാസാധ്യാത്മചേതസ നിരാശീർ നിർമ്മമ ഭൂത്വ യുദ്ധസ്വ വിഗത.
ഇവിടെ യുദ്ധം ചെയ്യാൻ ഭഗവാൻ പറയുന്നു. അപ്പോൾ യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് അത് അപ്ലിക്കബിൾ? നമ്മുടെ കർമ്മങ്ങൾ. നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാൻ പറയുന്നു ഒന്നും എങ്ങനെയാണ് പ്രതീക്ഷിക്കാതെ ചെയ്യുക. ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ കർമ്മം ചെയ്യുക. നിരാശ, ആ ആശയില്ലാതെ, ആ ആശയില്ലാതെ അതും നിർമ്മമോ. അതും ഭഗവാൻ സമർപ്പിച്ചിട്ട് ചെയ്യണം. അതെ, അങ്ങനെ പറയും. വെരി ഗുഡ്, താങ്ക് യു. സോ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് കറക്റ്റാണ്. അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പറയുന്നു എല്ലാം ഭഗവാന് സമർപ്പിക്കുക, അല്ലെങ്കിൽ ഭഗവാന് ശരണം പ്രാപിച്ചുകൊണ്ട് എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അധ്യാത്മ സന്യാസ്യാധ്യാത്മ ചേതസ, അതായത് കർമ്മങ്ങൾ, അതായത് നമ്മൾ അതിൽ നിന്നുള്ള ഫലം പ്രതീക്ഷിക്കാതെ ഫലത്തെ നമ്മൾ ത്യജിച്ചുകൊണ്ട്, അതാണ് പറയുന്നത് സന്യസ്യ എന്ന് പറയുന്നത്. അതിൽ നിന്നുള്ള പ്രോഫിറ്റ് നമ്മൾ പ്രതീക്ഷിക്കാതെ. അതേപോലെ തന്നെ നിരാശ എന്ന് പറയുന്നതും അത് തന്നെ. അതായത് നമ്മളതിൽ നിന്നും പ്രതീക്ഷിക്കാതെ, അത് ആ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും പ്രോഫിറ്റ് പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ ആഗ്രഹിക്കാതെ, അല്ലെങ്കിൽ ഈ ഒരു ഇത്, അതായത് ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് ഈ റിസൾട്ട് കിട്ടണം, ഞാനിത് ആഗ്രഹിക്കുന്നു, എനിക്കിത് നടക്കണം. അപ്പോൾ അതിൽ ആശയുണ്ട്. ആശയില്ലാതെ നിർമ്മമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിർമ്മമ, എല്ലാവരോടും ഒരേപോലെയാണോ പ്രഭു? നിർമ്മമ. ഹരേ കൃഷ്ണ. Yes. ഒരു വസ്തുവിനും അവകാശബോധമില്ലാത്ത ഇരിക്കുന്ന അവസ്ഥ. അവകാശബോധം, അതായത് ഇത് ചെയ്യുന്നതിൻ്റെ ഓണർഷിപ്പ് എടുക്കാതിരിക്കുക. ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്നു, ഞാനാണ്, ഞാൻ കാരണം, ഇത് ഞാനാണ് ചെയ്യുന്നത്, ആ ഒരു ഓണർഷിപ്പ്. കാര്യം നമ്മൾ അതിൽ ഞാനെന്നുള്ള ഭാവം വരുമ്പോൾ അവിടെ അഹങ്കാരം വരുന്നു അല്ലേ? അതില്ലാതെ നിർമ്മമോ നിരഹങ്കാര. ഭഗവാൻ പറയുന്നു 12ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ആ ശ്ലോകം ആർക്കറിയാം? 12ാമത്തെ അധ്യായത്തിലെ ആർക്കെങ്കിലും അറിയോ? ഭക്തരുടെ ക്വാളിറ്റീസ് ഭഗവാൻ പറയുന്നുണ്ട് അവിടെ. നിർമ്മമോ നിരഹങ്കാര സമ ദുഃഖ സുഖാക്ഷമി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സർവഭൂതാനാം. യെസ്, അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവച നിർമ്മമോ നിരഹങ്കാര. അവിടെയും പറയുന്നു ഭഗവാൻ നിർമ്മമ. നമ്മളെന്തായാലും ആ ശ്ലോകങ്ങളൊക്കെ പിന്നെ പഠിക്കും, ഇവിടെ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. അവിടെയും പറയുന്നുണ്ട് നിർമ്മമോ നിരഹങ്കാര, അതായത് അതിൽ ഉടമസ്ഥാവകാശം എടുക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ, ആ ഒരു ഞാനെന്ന് പറയുന്ന കാര്യം മാറ്റിവെച്ചുകൊണ്ട് യുദ്ധസ്വ, യുദ്ധം ചെയ്യൂ, അല്ലെങ്കിൽ കർമ്മം ചെയ്യൂ. നമ്മളോട് പറയുകയാണോ അങ്ങനെയാണ് ചെയ്യേണ്ടത്. കർമ്മങ്ങൾ ചെയ്യുവാൻ നമ്മൾ വിഗതാജ്വരഹ, അതിൽ നമ്മൾ മടി കാണിക്കേണ്ട ആവശ്യമില്ല. കർമ്മങ്ങൾ ചെയ്യണം. ഒന്നും ചെയ്യാതെ ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇതിന് റിയാക്ഷൻ വരും, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. എന്നാൽ നമ്മൾ ചെയ്യണം, പക്ഷെ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അദ്ദേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ഫലങ്ങൾ പ്രതീക്ഷിക്കാതെ, ഉടമസ്ഥ ആ ഒരു അവകാശം എടുക്കാതെ, ഞാനാണ് ചെയ്യുന്നതെന്നുള്ളൊരു അഹംഭാവത്തോടു കൂടി അല്ലാതെ, ആ ഒരു ഭാവത്തിൽ ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ചെയ്യൂ കർമ്മങ്ങൾ എന്നാണ് ഭഗവാൻ ആ ശ്ലോകത്തിൽ പറയുന്നത്. 3:30 അല്ലേ? അപ്പോൾ നമ്മൾ കുറേ ശ്ലോകങ്ങൾ പഠിച്ചു, 6 ശ്ലോകങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ വേറൊരു ശ്ലോകം പഠിക്കുന്നു, 8, 7. നമ്മുടെ തീം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ പഠിച്ച 6 ശ്ലോകങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 7 ശ്ലോകങ്ങൾ, 10 ശ്ലോകങ്ങൾ നമ്മളങ്ങനെ പഠിക്കുന്നു. ബേസിക്കലി കർമ്മമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ശ്ലോകങ്ങളാണെല്ലാം. അതായത് കർമ്മം ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഭഗവാൻ കൂടുതൽ ഊന്നി പറയുന്നത് ഈ ശ്ലോകങ്ങളിൽ. നമ്മൾ പഠിച്ച എല്ലാ ശ്ലോകം എടുത്താലും ഓരോ ശ്ലോകങ്ങളിലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ, അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം വന്നത് കർമ്മം എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട് അല്ലേ? ആദ്യത്തെ ശ്ലോകം ഏതാ പഠിച്ചത്?
യത് കരോഷി യദശ്നാസി ഓക്കെ. യജ്ഹോഷി. യത് കരോഷി യത് അസ്നാസിയിൽ പറയുന്നുണ്ട് കർമ്മം ചെയ്യുന്നു നമ്മൾ എങ്ങനെ ചെയ്യണം. അത് വരുന്നത് ഭക്തിയോഗം എന്ന് പറയുന്ന സെക്ഷനിലാണ് ഭഗവത്ഗീതയിൽ, സംശയമില്ല. 9-ാമത്തെ അധ്യായത്തിൽ വരുന്നതാണ്. എന്നാലും അതിൽ കർമ്മം ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കർമ്മം ചെയ്യുമ്പോൾ അത് ഭഗവാനിലേക്ക് എങ്ങനെ കണക്റ്റ് ആക്കാം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് കർമ്മമായിട്ട് കണക്ഷനുണ്ട്. രണ്ടാമത് പഠിച്ചത് ഏതായിരുന്നു? യജ്ഞശിഷ്ടശിനോ സന്തോ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുജന്തേ തേ ത്വകം പാപായേ പചന്ത്യാത്മകാരണാത്. അവിടെ എന്താണ് നമ്മൾ പഠിച്ചത്? യജ്ഞശിഷ്ടാശിനോ സന്തോ, ഭഗവാന് സമർപ്പിക്കുക അല്ലേ? എന്താണ് സമർപ്പിക്കേണ്ടത്? ഹരിബോൾ. ചെയ്യുന്ന കാര്യങ്ങൾ കഴിക്കുന്നത് അല്ലേ? അതും ഒരു ആക്ടിവിറ്റിയാണ് നമ്മളെ സംബന്ധിച്ച്. കഴിക്കുക എന്ന് പറയുന്ന ഒരു കർമ്മമാണ്. അല്ലാന്ന് പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ദിനചര്യയിൽ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഭഗവാന് സമർപ്പിക്കുക, എന്നിട്ട് ഭഗവാന്റെ പ്രസാദം മാത്രം കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ അവിടെ പഠിച്ചത്. 3-ാമത്തെ ശ്ലോകം ഏതാണ് പഠിച്ചത്? യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി. ഓക്കെ, അവിടെ എന്താണ് പഠിച്ചത്? എല്ലാ കാര്യങ്ങൾക്കും ഒരു ചിട്ട, ഡിസിപ്ലിൻ വേണം എന്നുള്ളത് അല്ലേ? അവിടെയും പറയുന്ന കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഡിസിപ്ലിനോട് കൂടിയിട്ട് വേണം എന്നാണ് പറയുന്നത്. എല്ലാത്തിനും ഒരു ചിട്ട വേണം. അവിടെയും കർമ്മമുണ്ട് അല്ലേ? നമ്മൾ ചെയ്യുന്ന ആക്ഷൻ ഉണ്ട്. യെസ്. ഇനി പിന്നെ പഠിച്ചത് ഏതാണ്? യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയം മുക്തസംഗ സമാചരഃ. അവിടെ എന്താണ് അർത്ഥം വരുന്നത്? നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഓരോ റിയാക്ഷനുകൾ ഉണ്ടാവും. ഭഗവാന്റെ പ്രീതിക്കായിട്ട് ചെയ്യുക. ഓക്കെ. യജ്ഞാർത്ഥാർ കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന. ഭഗവാനെ സമർപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? കർമ്മബന്ധനം അല്ലേ? കർമ്മബന്ധനം നല്ലതാണോ ചീത്തയാണോ? കർമ്മബന്ധനം വേണോ നമുക്ക്? വേണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ തന്നെ ഇരിക്കാം. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതിൽ നിന്നും കർമ്മബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നേ പറ്റൂ അല്ലേ? അപ്പോൾ അതിനുള്ള മാർഗം ഭഗവാൻ പറയുന്നു. എന്താണ് അദ്ദേഹത്തിന്? യജ്ഞ പറയൂ. കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന അപ്പോൾ മുക്തരാക്കാം എന്ന് പറയുന്നു ഭഗവാൻ. എങ്ങനെയാണെങ്കിൽ റിയാക്ഷനിൽ നിന്ന് മുക്തരാക്കാമെന്ന് ഭഗവാൻ പറയുന്നു. എങ്ങനെയാണെങ്കിൽ സമർപ്പിക്കുക. അപ്പോൾ നമ്മൾ ഇതേ ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ്ലി നമ്മൾ കാണുന്നുണ്ട് അല്ലേ? പല രീതിയിൽ ഭഗവാൻ പറയുന്നു. കർമ്മയോഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് പല കാര്യങ്ങളും ഭഗവാൻ പറഞ്ഞ് ബേസിക്കലി അദ്ദേഹം പറയുന്നത് എനിക്ക് സമർപ്പിക്കുക, എന്നെ ഓർത്തുകൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും ഫലം പ്രതീക്ഷിക്കാതെ സമർപ്പിക്കൂ, ശരണം പ്രാപിക്കൂ. ഇതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ എല്ലാ ശ്ലോകത്തിൻ്റെ മെസ്സേജ് നമുക്ക് ഒന്നായിട്ട് തോന്നും. പിന്നെ എന്തിനാണ് ഭഗവാൻ വീണ്ടും എടുത്ത് പറയുന്നത്? നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും. അപ്പോൾ അതിലെ മെയിൻ കാര്യം എന്താണ്? കർമ്മത്തെ എങ്ങനെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ പഠിച്ച ശ്ലോകങ്ങളിലൊക്കെ വരുന്ന ഒരു മെയിനായിട്ടുള്ള തീം, അല്ലെങ്കിൽ ഒരു സാരാംശം, എസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അവസാനം പഠിച്ച ശ്ലോകമാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു. 5 ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ? അവസാനം പഠിച്ചതാണ് മയി സർവാണി കർമാണി. അവിടെയും പറയുന്നു, അവിടെയും കർമ്മം ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഭഗവാൻ നിരാശീർ നിർമ്മമോ ഭൂത്വ, നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് അത് പറയാം. അപ്പോൾ ഈ ശ്ലോകത്തിലും കർമ്മത്തെക്കുറിച്ച് പറയുന്നു. യദ്യത് ആചരതി ശ്രേഷ്ഠയിൽ എന്ത് പറയുന്നു? ശ്രേഷ്ഠനായ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു അത് മറ്റുള്ളവരനുസരിക്കും, അവർ ഫോളോ ചെയ്യും അല്ലേ? അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളുടെ പ്രവൃത്തികൾ എവിടെയായാലും
നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവിടെയും കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് മാതൃകയാവണം മറ്റുള്ളവർക്ക്. അതാണ് ഭഗവാൻ പറയുന്നത്. മാതൃകയാവണം. ആയില്ലെങ്കിൽ എന്താണ്, നമുക്ക് റിയാക്ഷൻസ് ഉണ്ടാവും, വേറെ കാര്യം, നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. മാത്രമല്ല നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കും അവർക്കും പ്രശ്നമാവും. അതുകൊണ്ട് നല്ലൊരു മാതൃകയാവണം എന്നുള്ളത് ഭഗവാൻ പറയുന്നു. ഓക്കെ, ഇപ്പോൾ 6 ശ്ലോകങ്ങളായോ? ഇനിയുണ്ടോ? എന്തെങ്കിലും മിസ്സായോ? മയി സർവാണി കർമാണി അത് 6-ാമത്തത്. അത് 6-ാമത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 6-ാമത്തെ ആയില്ലേ? 6 ആയില്ലേ? ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്നു 8, 7. ഓക്കെ, വീണ്ടും അതേ ഒരു തീമിൽ വരുന്നതാണ്. ഭഗവാൻ പറയുന്നു, തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുധ്യ ച മയി അർപ്പിത മനോബുദ്ധിർ മാം ഏവശ്യസി അസംശയഃ. തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുധ്യ ച മയി അർപ്പിത മനോബുദ്ധിർ മാം ഏവശ്യസി അസംശയഃ. തസ്മാത് സർവേഷു കാലേഷു മാം അനുസ്മര യുധ്യ ച മയി അർപ്പിത മനോബുദ്ധിർ മാം ഏവശ്യസി അസംശയഃ. യെസ്, ശ്ലോകം ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുധ്യ ച മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്യസ്യ സംശയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭുജി? വായിക്കൂ. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുധ്യ ച മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്യസ്യ സംശയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. യെസ്, വായിക്കൂ. സർവേഷു കാലേഷു മാമനുസ്മര യുധ്യ ച മയ്യർപ്പിത മനോബുദ്ധിർ മാമൈവശ്യ സംശയാഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. വായിക്കൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുധ്യ ച മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്യസ്യ സംശയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുധ്യ ച മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്യസ്യ സംശയഃ. ഹരേ കൃഷ്ണ. ഓക്കെ, യെസ്. ആരെങ്കിലും ബാക്കിയുണ്ടോ? ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ വായിക്കൂ. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുധ്യ ച മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്യസ്യ സംശയഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. യെസ്. ഹരേ കൃഷ്ണ പ്രഭു. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുധ്യ ച മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്യസ്യ സംശയഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധസ്യ മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്യസ്യ സംശയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുധ്യ ച മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്യസ്യ സംശയഃ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുധ്യ ച മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്യസ്യ സംശയഃ. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു. ആരെങ്കിലും ഒരാൾ വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിക്കൂ. ഹരേ കൃഷ്ണ. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുധ്യ ച മയ്യർപ്പിത മനോബുദ്ധിർ മാമേ വൈശ്യസ്യ സംശയഃ. വിവർത്തനം. ഹരേ കൃഷ്ണ.
അതിനാൽ അർജുന, ശ്രീകൃഷ്ണ രൂപത്തിലെ എന്നെ നീ എപ്പോഴും ഓർമ്മിക്കുക. അതോടൊപ്പം തൻ്റെ നിയത കർമ്മമായ യുദ്ധം നിർവഹിക്കുകയും ചെയ്യുക. സ്വകർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചും മനോബുദ്ധികൾ എന്നിൽ ഉറപ്പിച്ചുമിരുന്നാൽ നീ എന്നെ പ്രാപിക്കും, സംശയമില്ല. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. അർജുനനോടുള്ള ഈ ഉപദേശം ഭൗതിക കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചും പ്രസക്തമാണ്. തങ്ങളുടെ നിർദ്ദിഷ്ട കർമ്മം നിറവേറ്റുന്നതിൽ നിന്ന് പിന്തിരിയാൻ ആരെയും ഭഗവാൻ പ്രേരിപ്പിക്കുന്നില്ല. ഒരാൾക്ക് ഈ പ്രവൃത്തിയിൽ തുടരുന്നതോടൊപ്പം ഹരേ കൃഷ്ണ മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ഭഗവത് സ്മരണ പുലർത്തുകയും ആവാം. ഇത് ജീവനെ ഭൗതിക കൽമഷങ്ങൾ ബാധിക്കാതിരിക്കാനും മനോബുദ്ധികളെ ഭഗവാനിൽ ഏകാഗ്രഹിക്കാനും ഉതകും. നാമോച്ചാരണം ഭക്തനെ പരമോത്കൃഷ്ടമായ കൃഷ്ണലോകത്തിൽ എത്തിക്കുന്നു എന്നതിന് സംശയമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. മനോഹരമായിട്ടുള്ള ശ്ലോകം. ഭഗവാൻ പറയുന്നു, എപ്പോഴും എന്നെ ഓർക്കാനുമാണ് പറയുന്നത് ഭഗവാൻ. എപ്പോഴും എന്നെ ഓർക്കൂ. തസ്മാത് സർവേഷു കാലേഷു. അർജുന, തസ്മാത്. അപ്പോൾ തസ്മാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതുകൊണ്ട് എന്നാണ്. ഭഗവാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് 8ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ ശ്ലോകത്തിൽ ആയപ്പോൾ അദ്ദേഹം പറയുന്നു, അതുകൊണ്ട് ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊക്കെ, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? സർവേഷു കാലേഷു, എല്ലാ സമയത്തും, സർവേഷു കാലേഷു എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, എപ്പോഴും, എല്ലായ്പ്പോഴും. അതുകൊണ്ട് നീ എല്ലായ്പ്പോഴും എന്ത് ചെയ്യണം? മാം അനുസ്മര, എന്നെ ഓർത്തുകൊണ്ട് യുദ്ധ്യച്ച, നിന്റെ ജോലി എന്താണ്? നിന്റെ ജോലി യുദ്ധം ചെയ്യലാണ് നിന്റെ ജോലി. കാര്യം യുദ്ധകളത്തിൽ നിൽക്കുവാണ് അർജുനൻ, അല്ലേ? ക്ഷത്രിയനായിട്ടുള്ള അർജുനൻ യുദ്ധകളത്തിൽ നിൽക്കുവാണ്. അപ്പോൾ അർജുനൻ്റെ ജോലി യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് ആ സമയത്ത്. അപ്പോൾ എന്താണ് പറയുന്നത്? എന്നെ ഓർത്തുകൊണ്ട് നീ നിന്റെ ജോലി നിർവഹിക്കൂ. എന്താണ് ജോലി? യുദ്ധം ചെയ്യൂ. നമ്മളോടുള്ള നിർദ്ദേശം എന്താണ്? നമ്മളും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ശരിക്കും യുദ്ധക്കളത്തിലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് വലിയൊരു യുദ്ധക്കളമാണ്. ചില സമയം അതായത് നമുക്ക് കാണാൻ സാധിക്കും, ശത്രുക്കൾ അല്ലെങ്കിൽ നമ്മളെ ശത്രുക്കളായിട്ടുള്ളവർ, നമ്മൾ ശത്രുക്കളാണെന്ന് കരുതുന്നവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പല രീതികളിൽ നമ്മൾ പലതും ഫേസ് ചെയ്യുന്നുണ്ടാവും ഓരോ ദിവസവും, അല്ലേ? അല്ലെങ്കിൽ ഓരോ നിമിഷവും. നമുക്കൊന്നും പറയാൻ സാധിക്കില്ല എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്നുള്ളത്. ഒരു യുദ്ധക്കളം പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. അതൊരു ആസ്പെക്റ്റ്. 2ാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അർജുനനെ സംബന്ധിച്ച് ക്ഷത്രിയനായിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജോലിയാണ്, പ്രത്യേകിച്ചും ഈ ഒരു സീനിൽ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധകളത്തിൽ നിൽക്കുമ്പോഴാണ് ഇതെല്ലാം ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് അർജുനൻ്റെ ജോലിയാണ് യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്യുന്നു. അപ്പം നമ്മളും അതേപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും എങ്ങനെയാണ് ചെയ്യേണ്ടത്? മാം അനുസ്മര, ഭഗവാനെ ഓർത്തുകൊണ്ട്. മൈ അർപ്പിത മനോബുദ്ധിർ, നിന്റെ മനസ്സും മൈ എന്ന് പറഞ്ഞാൽ എനിക്ക് സമർപ്പിച്ചുകൊണ്ട്. എന്ത്? അർപ്പിക്കുക. മനസ്സും ബുദ്ധിയും ഭഗവാൻ പറയുന്നു. മനസ്സും ബുദ്ധിയും അർപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവാന് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുക, ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അതാണ് പറയുന്നത്. മനസ്സും ബുദ്ധിയും സമർപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. എനിക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. മാം ഏവശ്യസി അസംശയ. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ ഒരു സംശയവുമില്ല അർജുന. സംശയമില്ല, അസംശയ, സംശയമില്ല, തീർച്ചയായിട്ടും നിനക്ക് എന്നെ ലഭിക്കും. തീർച്ചയായിട്ടും, ഒരു സംശയവും വേണ്ട അവിടെ. അപ്പോൾ ഭഗവാനെ നമുക്ക് വേണോ? ഭഗവാനിലേക്ക് എത്തണോ? ഭഗവാന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഭഗവാൻ പറയുന്ന ഫോർമുലയാണ് എന്ത്? മാമനുസ്മര, എന്നെ ഓർക്കൂ. എന്നെ ഓർത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യൂ. മനസ്സും ബുദ്ധിയും എനിക്ക് സമർപ്പിക്കൂ. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം എനിക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ ഉറപ്പാണ് പറയുന്നത്. ഇത് അസംശയ. ഒന്ന് ആലോചിച്ച് നോക്കൂ. പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ
എടുത്തെടുത്ത് പറയുവാണ്. ഒരുപാട് ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ഇതേപോലെ. തീർച്ചയായിട്ടും എത്തിയിരിക്കും, തീർച്ചയായിട്ടും എന്നിലേക്ക് എത്തിയിരിക്കും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുപോകും, തീർച്ചയായിട്ടും ഞാൻ രക്ഷിക്കും. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ പല സ്ഥലങ്ങളിൽ നമ്മളെ ആ ഉറപ്പ് തന്നുകൊണ്ടിരിക്കുകയാണ്. പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനുണ്ട് കൂടെ, ഞാൻ നോക്കിക്കൊള്ളാം. അഹം ത്വാം സർവ പാപേഭ്യോ, എല്ലാ പാപങ്ങളും മാറ്റാൻ ഞാൻ തയ്യാറാണ്, ശരണം പ്രാപിക്കൂ. എത്ര പ്രാവശ്യമാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്, എത്ര പ്രാവശ്യം. ഭഗവത്ഗീത എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ശ്ലോകങ്ങളിലായിട്ട് അദ്ദേഹം പറയുന്നു. ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് മെയിനായിട്ട് ഭഗവാൻ പറയുന്നത്. സംശയിക്കേണ്ട, നിങ്ങൾ സമർപ്പിച്ചു കൊണ്ട് ചെയ്യൂ. സംശയിക്കേണ്ട, ഞാനുണ്ട് കൂടെ, ഓർക്കൂ എന്നെ, ശരണം പ്രാപിക്കൂ. ഇത്രയും ഭഗവാൻ പറയുന്നുണ്ട്. നമ്മൾ എന്നിട്ട് എത്രമാത്രം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം ഭഗവാൻ ആഗ്രഹിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാൻ വേണ്ടി നമ്മളെക്കാൾ കൂടുതൽ അദ്ദേഹം ആഗ്രഹിക്കുന്നു. പലപ്പോഴും പറയും, ഭഗവാന് എന്തിനാണ് നമ്മളെ ബുദ്ധിമുട്ടുകളിലൂടെ കടത്തിവിടുന്നത്? ഭഗവാനാണോ നമ്മളെ ബുദ്ധിമുട്ടുകളിലൂടെ കടത്തിവിടുന്നതല്ല. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാനിൽ അതിലൊരു റോളുമില്ല. ഭഗവാന് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അനുഭവിക്കേണ്ടതാണെങ്കിൽ അത് അനുഭവിക്കുക എന്നുള്ളത് ഈ ഒരു ലോകം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. ഈ ലോകത്തിൽ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും റിയാക്ഷനുണ്ട്. ഭൗതിക ലോകം അങ്ങനെയാണ്. ത്രിഗുണങ്ങളുണ്ട്, സത്വഗുണം, രജോഗുണം, തമോ ഗുണം. ഈ ഗുണങ്ങളുടെ അധീനതയിൽ നമ്മൾ വരുന്നു ഈ ലോകത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത്. അങ്ങനെ ഈ ഗുണങ്ങളാണ് പിന്നെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കുടുക്കിൽപ്പെടുത്തുന്നത് ഭഗവാനല്ല, നമ്മൾ തന്നെയാണ്. കാര്യം നമ്മൾ ഈ ഗുണങ്ങൾ അനുസരിച്ച് രജോ ഗുണത്തിലും തമോ ഗുണത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ അതിൽ പെട്ടുപോകുന്നു. അങ്ങനെയാണ് നമ്മൾ കർമ്മബന്ധനത്തിൽ പെടുന്നത്. അപ്പോൾ ഭഗവാന്റെ റോൾ എന്താണ്? ഇതെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഭഗവാനാണ്, അത് സംശയമില്ല. കാര്യം ഭഗവാന്റെ അധ്യക്ഷതയിലാണ് ഈ ലോകം നടക്കുന്നത്, പ്രകൃതി നടക്കുന്നത്. പ്രകൃതിയുടെ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ക്വാളിറ്റിയാണ് ഇത്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കർമ്മമുണ്ട് എന്ന് പറയുന്നത്. അത് അങ്ങനെ നടക്കുള്ളൂ. അത് നേച്ചറിൻ്റെ പ്രകൃതി നിയമമാണ്. പ്രകൃതി ഭഗവാന്റെ കൺട്രോളിലാണ്, ശരിയാണ്, പ്രകൃതി നിയമമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭഗവാനെ ഓർക്കാതെ ചെയ്യുകയാണെങ്കിൽ എന്താണ് പ്രശ്നം? പ്രകൃതി നിയമങ്ങൾ എന്താണോ അതനുസരിച്ച് നമുക്ക് വരും, ഒരു സംശയമില്ല. കാര്യം പ്രകൃതി നിയമം അനുസരിച്ച് നമ്മൾ ചില കാര്യങ്ങൾക്ക്, എല്ലാ കർമ്മത്തിനും റിയാക്ഷൻ ഉണ്ടാവും. ചെയ്യുന്ന കാര്യങ്ങൾക്ക്, ചീത്ത കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അനുഭവിക്കേണ്ടി വരും, ഒരു സംശയമില്ല കാര്യത്തിൽ. പ്രകൃതി നിയമമാണത്. ആ നിയമം ആവശ്യമുണ്ട്. നിയമമില്ലാതെ എല്ലാം ലൂസാക്കി വെച്ച് കഴിഞ്ഞാൽ, ഒരു റൂളും ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? റൂൾസ് ഉണ്ട്, അത് നമ്മൾ ലംഘിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ ലഭിക്കും, അല്ലേ? അത് നമ്മുടെ രാജ്യത്തും ഉള്ളതാണ്. പോലീസും പട്ടാളമൊക്കെ എന്തിനാണ്? അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ആരാണോ നിയമങ്ങൾ ലംഘിക്കുന്നത് അവർക്ക് ശിക്ഷ കൊടുക്കാനും മറ്റുള്ളവരെ എല്ലാവരെയും സംരക്ഷിക്കാനുമാണ് അവരുടെ ജോലി. അപ്പോൾ അതേപോലെ പ്രകൃതി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അതനുസരിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതനുസരിച്ച് റിയാക്ഷനുണ്ട്. പ്രകൃതി നിയമമാണ്. അതിനെ നമുക്ക് ലംഘിക്കാൻ, അതിനെ നമ്മൾ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ഒരു കാര്യം ചെയ്താൽ മാത്രം നമ്മൾ രക്ഷപ്പെടാം ഇതിൽ നിന്ന്. അതാണ് ഭഗവാൻ പറയുന്നത്. അതിനുള്ള വഴിയാണ് ഭഗവാൻ പറയുന്നത്. എനിക്ക് സമർപ്പിക്കൂ, മാം അനുസ്മര, എന്നെ ഓർക്കൂ, എല്ലാം എനിക്ക് സമർപ്പിക്കൂ, സമർപ്പിച്ചുകൊണ്ട് ചെയ്യൂ. ചെയ്യരുത്, ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കാൻ ഭഗവാൻ പറയുന്നില്ല. ചെയ്യുന്ന കാര്യം സമർപ്പിച്ചുകൊണ്ട് ചെയ്യൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെ ആരെയും ഭഗവാൻ ഇവിടെ ഇരിക്കാൻ ഭഗവാന് ഇഷ്ടമല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്, ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, എനിക്ക് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ സംശയമില്ല നിങ്ങളെ ഞാൻ രക്ഷിക്കും, ഉറപ്പ് പറയുന്നു അദ്ദേഹം. പിന്നെ നമ്മുടെ വാക്ക് പോലെയല്ല ഭഗവാന്റെ വാക്ക്. നമ്മൾ പല വാഗ്ദാനങ്ങളും പലവർക്കും കൊടുക്കുന്നുണ്ടാവും. പലതും പറയുമായിരിക്കാം, ഞാനത് ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, നിങ്ങളെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്, നിങ്ങളില്ലാതെ എനിക്ക് ആരുമില്ല, ഇതെല്ലാം നമ്മൾ പറയും. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ ബെസ്റ്റ് എന്താ പറയുക, എനിക്ക് പറയാനില്ല, എൻ്റെ ആത്മാവാണ്,
ഹൃദയമാണ് എന്നൊക്കെ പറയും. പ്രിയപ്പെട്ടതാണ്, പ്രിയപ്പെട്ടവൻ, പ്രിയപ്പെട്ടവൾ, ഇതെല്ലാം നമ്മൾ പറയും. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നമുക്കിഷ്ടമല്ലാത്തതോ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലോ നടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറുന്നു. നമ്മൾ അത്രയും കാലം പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നു. ഇഷ്ടവും പോയി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളത് മാറി, ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ശത്രുവായി മാറുന്നു. അതേപോലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ശത്രുക്കളായി മാറുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞ നിർമ്മമ, അല്ലെങ്കിൽ ആ ഞാൻ എന്നുള്ളൊരു ഭാവം വരുമ്പോൾ, എൻ്റെ എന്നുള്ളൊരു ഭാവം വരുമ്പോൾ അത് മാറുന്നില്ല. അത് മാറാടത്തോളത്തോളം കാലം നമുക്ക് പ്രശ്നമാണ്. എന്നാൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതാണ് ഭഗവാൻ പറയുന്നത്, എനിക്ക് സമർപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യൂ, നിങ്ങൾ അസംശയം, സംശയമില്ല, നിങ്ങളെ ഞാൻ രക്ഷിച്ചിരിക്കും. അതാണ് ഭഗവാൻ പറയുന്നത്. അതിമനോഹരം, അതിമനോഹരം. അപ്പോൾ ആ വാക്കുകളിൽ വിശ്വസിക്കുക, ഭഗവാന്റെ വാക്കിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. വേറെ ഒന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ ശിലപ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അർജുനനുള്ള ഈ ഒരു നിർദ്ദേശം നമുക്ക് എല്ലാവർക്കും ഉള്ള നിർദ്ദേശമാണ് എന്നാണ് പറയുന്നത്. ഭഗവാൻ പറയുന്നില്ല ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതെ ഓടിപ്പൊക്കോളൂ, അല്ലെങ്കിൽ കാട്ടിലേക്ക് പൊക്കോളൂ, ഒന്നും ചെയ്യണ്ട എന്നല്ല പറയുന്നത്. നമ്മൾ എല്ലാ കർമ്മങ്ങളും, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ധർമ്മമെല്ലാം നമ്മൾ ചെയ്യണം, പാലിക്കണം. എന്നാൽ അതേ സമയത്ത് ശിലപ്രഭുപാദി പറയുന്നു, ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട്, ഭഗവാനെ ഓർത്തുകൊണ്ട്, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ എന്ന് ചൊല്ലിക്കൊണ്ട്, ജപിച്ചുകൊണ്ടോ ഓർത്തുകൊണ്ടോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക, സമർപ്പിക്കുക. ഇതാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ പറയുന്നു, എല്ലാവിധ ഭൗതിക കൽമഷങ്ങളിൽ നിന്നും, എല്ലാ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ എല്ലാവിധ മോശമായിട്ടുള്ളതിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നു. ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്നതിന് റിയാക്ഷനുണ്ട്. കർമ്മബന്ധനം, നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഇതിനു മുമ്പ് പഠിച്ച പോലെ കർമ്മബന്ധനത്തിന് കാരണമാവും. കർമ്മബന്ധനം നല്ലതല്ല, അതെല്ലാം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതിനുള്ള ഫോർമുല ഭഗവാൻ പറയുന്നു, എന്നെ ഓർക്കൂ. അപ്പോൾ ഓർക്കാൻ ഉള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവാന്റെ നാമം ഒരുപാട് ശക്തിയാണ്. ഭഗവാന്റെ നാമം, ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ രൂപം, ഭഗവാന്റെ കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുക. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും അപ്പോൾ എങ്ങനെ നമുക്കിത് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ ഭഗവാനെ ഓർത്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന കാര്യത്തിന് ശ്രദ്ധ കിട്ടില്ല എന്നൊക്കെ ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് ഭഗവാനെ ഓർത്തുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നു, അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളും പെർഫെക്ഷനുണ്ട്, ഭഗവാനെ ഓർക്കുന്നുണ്ടോ അതുമുണ്ട്. ഇത് രണ്ടും നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ രണ്ടും സാധിക്കുന്ന ആളുകളുണ്ട്. ഭക്തിയിൽ നല്ല മെച്യൂരിറ്റി വന്ന ആളുകൾ, അല്ലെങ്കിൽ ശുദ്ധഭക്തർക്കൊക്കെ ഇങ്ങനെയാണ്. അവർ പല കാര്യങ്ങളും ചെയ്യുന്നത് കാണാം, പക്ഷേ അവരെപ്പോഴും ഭഗവാനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ലെവലിലേക്ക് നമ്മളൊരു പക്ഷേ എത്തിയിട്ടുണ്ടാവില്ല. എന്നാൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു കാര്യം ചെയ്യാം. ചെയ്യുന്ന കാര്യത്തിനേക്കാൾ മുമ്പ് നമ്മൾ ഭഗവാനോട് പറയുക, ഈ ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അത്രയെങ്കിലും ചെയ്യാൻ സാധിക്കൂ, അത്രയെങ്കിലും ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നാമം ജപിക്കുക, നാമം ജപിച്ചുകൊണ്ടിരിക്കുക, പറ്റുമ്പോഴൊക്കെ നാമം ജപിക്കുക. അപ്പോൾ അതിനുവേണ്ടി എപ്പോഴും മാല കയ്യിൽ വേണമെന്നില്ല. മാലയുണ്ടെങ്കിൽ മാല ഉള്ളപ്പോൾ മാലയോടുകൂടി ചെയ്യുക, ഇല്ലെങ്കിൽ ഇല്ലാതെ ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ കീർത്തനം ചൊല്ലുക. എങ്ങനെയെങ്കിലും ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുക. നമ്മൾ ജോലികൾ ചെയ്യുവാണെങ്കിൽ ക്ലാസ്സുകൾ കേൾക്കുന്നവരുണ്ടാവും, ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവും. അതേപോലെ കുക്ക് ചെയ്യുന്ന സമയത്ത്, പാചകം ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ ഇതേപോലെ ക്ലാസ്സുകളോ ഒക്കെ കേൾക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഓർക്കുവാണ് ഭഗവാനെ. എങ്ങനെയെങ്കിലും ഏന കേന പ്രകാരേണ എങ്ങനെയെങ്കിലും നമ്മൾ ഭഗവാനെ ഓർക്കുക.
ഓർക്കാൻ നോക്കുക. അതാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അസംശയമാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നു ഉള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ശില പ്രഭുപാദി പറയുന്നത്, ഭഗവാനെ ഓർക്കുവാൻ എളുപ്പമുള്ള മാർഗ്ഗമാണ് നാമം. നാമത്തിലൂടെ ഭഗവാനെ ഓർക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് പറയുന്നത് നാമം ജപിക്കുന്ന കാര്യം. ഭഗവാന്റെ നാമത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുവാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഓർക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് റിസൾട്ട്? അവിടേക്ക് എത്താൻ നമുക്ക് സാധിക്കും. ഭഗവാന്റെ അടുത്തേക്ക് നമുക്ക് പോവാൻ സാധിക്കുന്നു. അപ്പം ഇതാണ്. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഓർത്തുകൊണ്ട് ചെയ്യുക. ഭഗവാന് വേണ്ടി അദ്ദേഹത്തിനെ സമർപ്പിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന ഈ ഡ്യൂട്ടി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ ജോലി അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഭാവത്തോടു കൂടി ചെയ്യുക. അല്ലെങ്കിൽ ഒരു രീതിയിൽ മനസ്സിലാക്കുന്നത്. രണ്ടാമത്, അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് സമർപ്പിക്കുക എന്നുള്ളത്, ആ ഒരു ബോധത്തോടു കൂടി അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ഇത് ഫോളോ ചെയ്ത ഒരാൾ ഇപ്പോൾ ഈ തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധേച്ച ഈ ശ്ലോകത്തിലെ ആ ഒരു എസൻസ് ഫോളോ ചെയ്തിട്ടുള്ളത് ഒരുപാട് ആളുകളുണ്ട്. ഭക്തർ, ഭഗവാന്റെ ഭക്തർ എല്ലാവരും ഇങ്ങനെയാണ്, ശുദ്ധ ഭക്തർ. എന്നാൽ ദശമസ്കന്ധത്തിൽ 9ാമത്തെ അധ്യായത്തിൽ ശ്രീല ശുകദേവ് ഗോസ്വാമി പറയുന്നുണ്ട്, ഏകതാഗൃഹദാദീഷു യശോദാനന്ദഗേഹിനി കർമാന്തരാനിയുക്താസു നിർമ്മമന്താ സ്വയം ദധി യാനി യാനി ഹഗീതാനി തദ്ബാലചരിതാനി ച ദധി നിർമന്ധനെ കാലേ സ്മരന്തി താനി അഗായത. ശ്രീല ശുകദേവ് ഗോസ്വാമി പറയുന്നു, ഏകത ഗൃഹദാദീഷു, ഒരു ദിവസം ഗൃഹദാദീഷു, ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? യശോദറാണിയെക്കുറിച്ചാണ് പറയുന്നത്. ദാമോദര ലീല, ഭഗവാന്റെ ദാമോദര ലീല, ആ ഒരു അധ്യായം ശുകദേവ് ഗോസ്വാമി തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഈ 2 ശ്ലോകത്തിലൂടെയാണ് അദ്ദേഹം തുടങ്ങുന്നത്. ശുകദേവ് ഗോസ്വാമി പറയുന്നത്, അങ്ങനെ ഒരു ദിവസം എല്ലാ ഗൃഹദാദീഷു, യശോദറാണിയുടെ എല്ലാ സെർവൻസും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്താണ് ചെയ്യുന്നത്? യശോദാനന്ദഗേഹിനി, യശോദറാണി നന്ദഗേഹിനി, നന്ദമഹാരാജാവിൻ്റെ ഭാര്യ യശോദറാണി എന്ത് ചെയ്യുന്നു? കർമാന്തര നിയുക്താസു, അതായത് കർമാന്തര, അതായത് വീട്ടിലെ ജോലികൾ ചെയ്യുകയാണ്. വീട്ടിലെ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്താണ് ചെയ്യുന്നത്? നിർമ്മമന്ത സ്വയം ധരി, അതായത് യശോദറാണി തീരുമാനിക്കുന്നു, ഞാൻ സ്വന്തമായിട്ട് ഞാൻ തന്നെ എന്ത് ചെയ്യാം? ഈ ധതി നിർമ്മമന്ത, ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര്, നിർമ്മമന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയുക. ഞാൻ തന്നെ സ്വയം, ഞാൻ തന്നെ ഈ തൈര് കടയാൻ ഞാൻ തന്നെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കർമാന്തര, അപ്പോൾ കർമ്മം ചെയ്യുക, അത് യശോദറാണിയുടെ ജോലിയാണ്, ജോലിയുടെ ഭാഗമാണ്, വീട്ടിലെ ജോലിയുടെ ഭാഗമാണ് തൈര് കടയുക. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യശോദറാണി. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, യാനി യാനി ഹഗീതാനി തദ്ബാലചരിതാനി ച. യാനി യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ യാനി യാനി ഗീതാനി എന്ന് പറഞ്ഞാൽ ശ്ലോകങ്ങൾ അല്ലെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള കവിതകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. യശോദറാണി ഒരുപാട് കവിതകൾ. തദ്ബാലചരിതാനി ച, എൻ്റെ ആരെക്കുറിച്ച്? തദ്ബാലചരിതാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുട്ടിയുടെ ചരിതങ്ങൾ, ചരിതാനി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃഷ്ണൻ്റെ ലീലകളെല്ലാം ഓർത്തുകൊണ്ട് സ്മരന്തി താനി അഗായത. സ്മരന്തി, അതായത് ലീലകൾ ഓർത്തുകൊണ്ട്, കൃഷ്ണൻ്റെ പല ലീലകൾ ഓർത്തുകൊണ്ട്
യശോദറാണി എന്ത് ചെയ്യുന്നു? അഗായത, അതായത് ചൊല്ലുന്നു. എന്താണ് ചൊല്ലുന്നത്? മനോഹരമായിട്ടുള്ള കവിത പോലെ അല്ലെങ്കിൽ പാട്ട് പോലെ, ഗീതാനി, യാനി യാനി ഗീതാനി. അപ്പോൾ ഭഗവാന്റെ ലീലകളെല്ലാം, കൃഷ്ണൻ്റെ ആ യശോദറാണിയുടെ ആ കുഞ്ഞ് പ്രിയപ്പെട്ട കണ്ണൻ ചെയ്തിട്ടുള്ള പല ലീലകൾ, കുറുമ്പുകൾ, അല്ലെങ്കിൽ മറ്റുള്ള ഗോപസ്ത്രീകൾ വന്ന് പറയുന്ന കംപ്ലൈൻറ്റുകളൊക്കെ, നിൻ്റെ മകൻ ഇവിടെ വന്നു തൈര് അല്ലെങ്കിൽ വെണ്ണ കക്കാൻ വേണ്ടി വരുന്നു, ചെയ്യുന്ന കുറുമ്പുകളൊക്കെ നമുക്കറിയാം. എന്നും എപ്പോഴും എല്ലായ്പ്പോഴും യശോദറാണി കംപ്ലൈൻറ്റ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നല്ല പോസിറ്റീവായിട്ടുള്ള കംപ്ലൈൻറ്റുകളാണ്. യശോദറാണിക്ക് ഇഷ്ടമാണ് ഇതെല്ലാം കേൾക്കുന്നത്. സംഭവം കംപ്ലൈൻ്റാണ് ഗോപസ്ത്രീകൾ എന്ന് പറയുന്നത്. പക്ഷേ യശോദറാണി വളരെ സന്തോഷത്തോടുകൂടി ഇതെല്ലാം കേൾക്കും. എന്നിട്ട് എന്താണ് വന്ന് പറയുന്നത്? ഓ, നിൻ്റെ കുഞ്ഞിനെ കൊണ്ട് സഹിക്കാൻ വയ്യ, ഇങ്ങനെ കുറുമ്പുള്ള ഒരാളുണ്ടാവില്ല. നീ അത് യശോദറാണിയോട് ചോദിക്കുകയാണ്, നിങ്ങളിവിടെ ഒന്നും കൊടുക്കുന്നില്ലേ അവന് ഭക്ഷണം? ഇവിടെ എന്താ പട്ടിണിയാണോ കൃഷ്ണൻ? ഇവിടെ ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണോ അവിടെ വന്ന് കഴിക്കുന്നത്? അവിടെ വന്ന് മര്യാദയ്ക്ക് എന്നാൽ ഞങ്ങളോട് വന്ന് ചോദിച്ചാൽ മതി. തൈരുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൊടുക്കും. അത് ചെയ്യില്ല, കുറുമ്പ് കാണിക്കും. ഞങ്ങളോട് പറയാതെ, ആരും കാണാതെ വന്ന് അവിടെ അകത്തേക്ക് കയറി തൈര് കട്ട് കഴിക്കുന്നു. വെണ്ണയൊക്കെ കടഞ്ഞു വെച്ചിട്ടുണ്ടോ അതെല്ലാം കട്ട് കഴിക്കുന്നു. എന്നാൽ വേറൊരു കാര്യം, ഒന്നാൽ ഞങ്ങളോട് പറയാം, അത് ചെയ്യുന്നില്ല, കട്ടാണ് കഴിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട് അവന് പറഞ്ഞുകൂടാ? ഇനി അത് മാത്രമല്ല, തനിയല്ല വരുന്നത്, ഒറ്റയ്ക്കാണെങ്കിൽ ഓക്കെ, ഇത് ഒരു പടയായിട്ടാണ് വരുന്നത്. കൂട്ടുകാർ കുറേ പേരുണ്ട്. മധുമംഗൽ, സുബൽ, സ്തോത്രകൃഷ്ണ, ശ്രീധാം, ബലറാം, ഇവരെല്ലാവരും ഉണ്ട്. ഇങ്ങനെ കുറേ പേരുണ്ട്, കുറേ കുട്ടികളുണ്ട്. സുബൽ, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ആ കൂട്ടത്തിൽ മനുഷ്യർ മാത്രമല്ല, ഇനി കുരങ്ങൻ കൂട്ടുകാരുമുണ്ട് ഒരുപാട്. അപ്പോൾ കൃഷ്ണൻ്റെ കൂട്ടുകാരിൽ കുരങ്ങന്മാരുമുണ്ട്. ഒരുപാട് കുരങ്ങന്മാരും ഒരുപാട് സുഹൃത്തുക്കളുമായിട്ട് ഇവരെല്ലാവരുമായിട്ട് ഒരു വലിയൊരു പടയായിട്ടാണ് വരുന്നത്. എന്നിട്ടാണ് അവിടെ ഇതൊക്കെ അലങ്കോലമാക്കുന്നത്. ഇവരെല്ലാവരും കൂടെ വന്ന് വീട് മുഴുവനും അലങ്കോലമാക്കുന്നു. എവിടെയെങ്കിലും എവിടെയാണോ ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള തൈരും വെണ്ണയും ഒക്കെ അവിടെ വന്ന് നശിപ്പിക്കുന്നു. എന്നിട്ട് അങ്ങനെ ഇവർ കംപ്ലൈൻറ്റുകളെന്നും പറയും. ഇതെല്ലാം യശോദറാണി ചിരിച്ചുകൊണ്ട് കേൾക്കും. കംപ്ലൈൻ്റ് എല്ലാം കേൾക്കും. എന്നാൽ ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനെ ചീത്ത പറയാനും യശോദറാണി തയ്യാറാണ്. നീ കുറുമ്പ് കാണിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. കൃഷ്ണനോട് ചോദിക്കും, നീയാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഇവർ പറയുന്നത് സത്യമാണോ? കൃഷ്ണനെ മുമ്പിൽ വെച്ചിട്ടാണ് പറയുക. അപ്പോൾ യശോദറാണി ചോദിക്കും, ഈ ഗോപസ്ത്രീകൾ പറയുമ്പോൾ പറയും, എൻ്റെ മകൻ ഇതൊന്നും ചെയ്യില്ല. കാര്യം ഞാൻ ഇവന് ഇവിടെ നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വേണ്ടതിനധികം ഈ വെണ്ണയും തൈരും നെയ്യും ഒക്കെ ഇവിടെ ഉള്ളതാണ്. ഞങ്ങൾക്ക് 9 ലക്ഷം പശുക്കൾ ഉള്ളതാണ്. 9,09,000 അതായത് 9 ലക്ഷത്തി പശുക്കളാണ് ഉള്ളത്. അപ്പോൾ അത്രയും പശുക്കളുണ്ട്. ഞങ്ങൾക്കിതിന് എന്തെങ്കിലും വല്ല ക്ഷാമമുണ്ടോ? ഇവിടെ എല്ലാം അവന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വാസം അത്രയില്ല എന്ന് യശോദറാണി പറയും. അപ്പോൾ അവർ പറയും, എങ്ങനെയാണെങ്കിൽ മകനെ വിളിക്കൂ, അവനെ വിളിക്കൂ, കൃഷ്ണനെ വിളിക്കൂ, കൂടെ ഇരുത്തിക്കൊണ്ട് ചോദിക്കൂ. അവൻ മുഖത്ത് നോക്കി നുണ പറയുമോ നോക്കട്ടെ, വിളിക്കൂ. കണ്ണനെ വിളിക്കും. കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നീ ഇങ്ങനെ കുറുമ്പ് കാണിക്കുന്നുണ്ടോ? അപ്പോൾ കൃഷ്ണൻ എന്ത് പറയും? ഓ, എന്ത് അമ്മ ഇവരെ വിശ്വസിക്കുകയാണോ? ഇവരെ പച്ച കള്ളം പറയുകയാണ്, നുണ പറയുകയാണ്. അമ്മയ്ക്ക് എന്നെയാണോ വിശ്വാസം, ഇവരെയാണോ വിശ്വാസം? അമ്മയുടെ ഗർഭപാത്രത്തിലുണ്ടായിരുന്ന ഞാനാണോ ഇവരാണോ? എന്നോടാണോ അമ്മയ്ക്ക് കൂടുതൽ സ്നേഹം, ഇവരോടാണോ സ്നേഹം? ഇങ്ങനെയൊക്കെയാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പം അമ്മ പറയും, അപ്പോൾ യശോദറാണി പറയും, എനിക്ക് നിന്നോട് തന്നെയാണ് സ്നേഹം, എനിക്ക് നിന്നെ വിശ്വാസമാണ്, നീ പറയുന്ന വിശ്വാസമാണ്. അപ്പം ഞാൻ പറയുന്നത് മാത്രം വിശ്വസിച്ചാൽ മതി, ഇവർ പറയുന്നത് ഒന്നും വിശ്വസിക്കേണ്ട, നുണ മാത്രമാണ് ഇവർ പറയുന്നത്.
അപ്പോൾ ഈ ഗോപസ്ത്രീകൾ ആലോചിക്കും, എന്താണ് ഇവൻ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഗോപസ്ത്രീകൾ പറയും, ഇവൻ്റെ ശല്യം ഇതൊന്നുമല്ല യശോദറാണി, ഇവൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്, ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വന്നിരിക്കുകയാണ്, ഞങ്ങൾ എല്ലാവരും പറയുന്ന ഒരേ കാര്യമാണ്, നിങ്ങൾ വിശ്വസിക്കണം, വെറുതെ ഞങ്ങൾ ആരെങ്കിലും പറയോ? അപ്പോൾ വേറെ ഒരു ഗോപസ്ത്രീ പറയുന്നു, എന്തെങ്കിലും ആവട്ടെ, ഇതൊക്കെ ശരി, ഓക്കെ, അവന് വെണ്ണ കട്ട് കഴിക്കുകയാണെങ്കിൽ ശരി, അത് വെണ്ണ കഴിച്ചോട്ടെ, പക്ഷേ എൻ്റെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ വന്ന് എന്തിനാണ് പിച്ചുന്നതും നുള്ളുന്നതും? അതെന്തിനാണ് അവൻ ചെയ്യുന്നത്? മിണ്ടാതെ വന്ന് വെണ്ണ കഴിച്ചു പോയാൽ പോരെ? കൃഷ്ണൻ അപ്പം അമ്മയുടെ അമ്മ മുഖത്തേക്ക് നോക്കുന്നു കൃഷ്ണന്റെ, എന്താടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ? വെറുതെ, ഇവരെല്ലാം വെറുതെ പറയും, നുണ പറയാണ്, ഒന്നും വിശ്വസിക്കണ്ട. അപ്പോൾ വേറൊരു ഗോപസ്ത്രീ പറയുന്നു, ഓക്കെ, പിച്ചലും നുള്ളലും ഒരു ഭാഗത്ത്, ഇനി അത് മാത്രമല്ല, ഞങ്ങൾ വെണ്ണ കിട്ടാതെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യുന്നു? മൂത്രം ഒഴിച്ചു വെക്കുന്നു അവിടെയൊക്കെ. അവൻ മാത്രമല്ല, കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഈ മൂത്രം ഒഴിച്ചത് വെച്ചതൊക്കെ പിന്നെ കഴുകലാണ് ഞങ്ങളുടെ പണി. അത് 3-4 ദിവസം എടുക്കും ഇതെല്ലാം കഴുകാൻ. എന്തൊക്കെ കുറുമ്പാണ് കാണിക്കുന്നത്? ഇങ്ങനെയൊക്കെ കുറുമ്പ് ഉണ്ടാവോ? ഇങ്ങനെ കുറുമ്പുള്ള കുട്ടി ഉണ്ടാവോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ട് യശോദറാണി തലയിൽ കൈവച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് കൃഷ്ണനോട് ചോദിക്കുമ്പോൾ കൃഷ്ണൻ പറയും, ഇതൊന്നും ഞാൻ ചെയ്തിട്ടുള്ളതല്ല, ഇവരൊക്കെ നുണ പറയുകയാണ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ യശോദറാണി പറയുന്നത്, ഇതിനൊക്കെ ഞാനൊരു വഴി ഉണ്ടാക്കാം, നിങ്ങൾ തിരിച്ചു പൊക്കോളൂ, ഇനി നിങ്ങളുടെ വീട്ടിൽ ഇവൻ വരില്ല, അവൻ വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അപ്പോൾ അവർ പറയും, അല്ല അങ്ങനെ വേണ്ട, അവൻ വന്നോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഗോപസ്ത്രീകൾക്ക് കൃഷ്ണൻ വീട്ടിൽ വരണമെന്നും ഇങ്ങനെയൊക്കെ കുറുമ്പുകൾ കാണിക്കണമെന്നൊക്കെ അവരുടെ ആഗ്രഹമാണ്. അകത്ത് അവരുടെ ഹൃദയത്തിൽ കൃഷ്ണനോടുള്ള ഇഷ്ടമുണ്ട്. അവൻ വന്ന് കഴിച്ചോട്ടെ. ആക്ച്വലി അവരിതെല്ലാം ഉണ്ടാക്കി വയ്ക്കുന്നത് കൃഷ്ണന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ യശോദറാണി പറയും, ഞാനിന്ന് അവനെ ശിക്ഷിക്കും, ഞാനിന്ന് അവനെ അടിക്കും, ഞാനിന്ന് അവനെ വേണ്ട പണിഷ്മെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഗോപസ്ത്രീകൾ പറയും, അതൊന്നും ചെയ്യണ്ട, അവനെ പറഞ്ഞ് ഒന്ന് പേടിപ്പിച്ച് നിർത്തിയാൽ മതി, അല്ലാതെ ഒന്നും ചെയ്യണ്ട. കാര്യം എന്താണ്? സ്വന്തം മക്കളേക്കാൾ ഇഷ്ടമാണ് എല്ലാവർക്കും കൃഷ്ണനെ. അപ്പോൾ അതാണ് ഭഗവാൻ, അതാണ് നമ്മുടെ ദാമോദർ. അപ്പോൾ ഈ ദാമോദരൻ്റെ കൃഷ്ണൻ്റെ ഈ ലീലകളൊക്കെ യശോദറാണി ചിന്തിക്കുകയാണ്. നിർമ്മമന്ത ദധി, തൈര് കടയുന്ന സമയത്ത് യശോദറാണി ചിന്തിക്കുന്നു, ഈ പറഞ്ഞ ഗോപസ്ത്രീകൾ വന്ന് പറഞ്ഞ കഥകളും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് യശോദറാണി മനോഹരമായിട്ടുള്ള കവിതകൾ അതായത് കവിതകൾ പോലെ ഈ ലീലകളെല്ലാം കൃഷ്ണൻ ചെയ്തിട്ടുള്ള ഓരോ കുറുമ്പുകളും ഓരോ ലീലകളുമൊക്കെ യശോദറാണി കോരത്തിണക്കിക്കൊണ്ട്, ഇനി അതിൻ്റെ ഇടയിൽ പൂതന വന്നു, ശകടാസുരം വന്നു, ഇവരൊക്കെ അതിനിടയിൽ വന്ന് കൃഷ്ണൻ്റെ കൈകൊണ്ട് അവർക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ ലീലകൾ നടന്നിട്ടുണ്ട്, അസുരന്മാരെ നിഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ കുറുമ്പുള്ള ഒരുപാട് രസകരമായിട്ടുള്ള ലീലകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ കൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓർത്തുകൊണ്ട് യശോദറാണി എന്താണ് ചെയ്യുന്നത്? കൃഷ്ണനെ ഓർക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? ഗാനത്തിലൂടെ. യശോദറാണി തന്നെ മനോഹരമായിട്ടുള്ള കവിത രൂപത്തിൽ ഈ ലീലകളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പറയുന്നത്, യാനി യാനി ഗീതാനി തദ് ബാലചരിതാനി ച. ആ ബാലൻ കൃഷ്ണൻ്റെ ചരിത്രം മുഴുവനും ഗീതമായിട്ട് അഗായത എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ യശോദറാണി. അപ്പോൾ യശോദറാണി നമ്മളെ കാണിച്ചു തരുന്നു എങ്ങനെയായിരിക്കണം. യശോദറാണി വീട്ടിലെ ജോലികൾ ചെയ്യുമായിരുന്നു. ജോലികൾ ചെയ്യുമ്പോൾ എന്താണ്? കൃഷ്ണനെ ഓർക്കുന്നു, കൃഷ്ണനെ കുറിച്ചുള്ള ഗീതങ്ങൾ പാടുന്നു കോർത്തിണക്കിക്കൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ യദ് ആചരതി ശ്രേഷ്ഠ യശോദറാണിയെ നമ്മൾ പിന്തുടരുക. അതാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കുമുള്ള ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇതിൽ നിന്നുള്ള ലെസനാണ്, പാഠമാണ്. അതായത് എങ്ങനെയാണോ യശോദറാണി കൃഷ്ണനെ ഓർത്തുകൊണ്ടിരുന്നത്, അതേപോലെ യശോദറാണിയുടെ പാത പിന്തുടരുകയാണെങ്കിൽ നമുക്കും കൃഷ്ണനെ ഓർക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് യശോദറാണി കൃഷ്ണൻ്റെ നാമമുണ്ട്, പല പല നാമങ്ങൾ, പല ലീലകളെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഗാനങ്ങൾ പാടുന്നുണ്ടായിരുന്നത്. നമുക്ക് ഒരു പക്ഷേ ഇതേപോലെ പോയം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കവിതകൾ ഉണ്ടാക്കാനോ അറിയില്ലെങ്കിൽ വേണ്ട, നോ പ്രോബ്ലം, അതിൻ്റെ ആവശ്യമില്ല. അത്രയും നമുക്ക് കഴിവില്ലെങ്കിൽ
നോ പ്രോബ്ലം. നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാമല്ലോ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ എന്ന് നമുക്ക് ചൊല്ലാൻ സാധിക്കും. നാമം ജപിക്കാം. ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് ശ്ലോകങ്ങൾ, നമ്മൾ പഠിച്ച ശ്ലോകങ്ങളൊക്കെ നമുക്ക് ചൊല്ലാം. ഭഗവത്ഗീതയിലെ ശ്ലോകമാവട്ടെ, ഭാഗവത്തിലെ ശ്ലോകമാവട്ടെ, ഏതെങ്കിലും ശ്ലോകങ്ങൾ അറിയെങ്കിൽ നമുക്ക് ചൊല്ലാം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. അത് ശ്ലോകമാണ്. പിന്നെ ഇനി ഭഗവത്ഗീതയിലെ ശ്ലോകമാണെങ്കിലും കുഴപ്പമില്ല. തസ്മാ സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യ ച മയ്യർപ്പിത മനോബുദ്ധിർ മാമേ പശ്യസി അസംശയഃ യദ് യദ് ആചരതി ശ്രേഷ്ഠ തത്തത് ഏവേതരോ ജന. അപ്പോൾ എന്തെങ്കിലും എങ്ങനെയെങ്കിലും കാര്യം ഭഗവാന്റെ തിരുമുഖത്തിൽ നിന്ന് വന്നിട്ട് ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയിലെ. അപ്പോൾ അത് ചൊല്ലുന്നതും ഉത്തമമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഏന കേന പ്രകാരേണ നമ്മൾ ഭഗവാനെ ഓർക്കുക എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 24 മണിക്കൂറും നമ്മളും കൃഷ്ണാവബോധത്തിലായിരിക്കും. 24 മണിക്കൂർ കൃഷ്ണ കോൺഷ്യസ് ആയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിൽ ഇരിക്കുകയോ എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ഈ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾക്ക് അവിടേക്ക് പോകാൻ സാധിക്കുന്നത്, ഭഗവാന്റെ അടുത്തേക്ക്. നേരത്തെ ഭഗവാൻ പറയുന്നു തസ്മാത് സർവേഷു കാലേഷു എന്നാണ് പറഞ്ഞത്. സർവേഷു കാലേഷു എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറായി. അത് ഒരു ദിവസത്തെ കാര്യം. അതേപോലെ എല്ലാ ദിവസവും. അപ്പോൾ ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ അപ്പോൾ അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഉറങ്ങുമ്പോൾ ഓർക്കുന്നുണ്ടാവില്ലേ? സാരമില്ല, ബോധമുള്ള സമയത്ത് നമുക്ക് ഓർക്കാമല്ലോ. അപ്പോൾ പറ്റുന്ന പോലെ നമ്മൾ ഭഗവാനെ ഓർത്തുകൊണ്ട്, ഭഗവാനെ നാമം ജപിച്ചുകൊണ്ട്, ചൊല്ലിക്കൊണ്ട്, കഥകൾ കേട്ടുകൊണ്ട്, ക്ലാസ്സുകൾ കേട്ടുകൊണ്ട്, സത്സംഗങ്ങൾ കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ കീർത്തനം ചൊല്ലിക്കൊണ്ട്, ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട്, എങ്ങനെയെങ്കിലും നമ്മൾ ഭഗവാനുമായിട്ട് കണക്റ്റ് ആവാൻ നോക്കുക, ഓർക്കാൻ നോക്കുക. ഇതാണ് നമുക്ക് യശോദറാണി പഠിപ്പിച്ചു തരുന്നു. നമ്മുടെ ഗുരുസ്ഥാനത്ത് നിന്ന് യശോദറാണി എങ്ങനെയാണ് ചെയ്തിരുന്നത്, അതേപോലെ നമ്മളെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് കൃഷ്ണാവബോധത്തിൽ നമുക്ക് സദാസമയം സർവേഷു കാലേഷു എങ്ങനെ നമുക്ക് നിൽക്കാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ ശ്ലോകത്തിലെ ഒരു സാരാംശം. അതേപോലെ നമ്മൾ കഥയും കേട്ടു, യശോദറാണി എങ്ങനെ ചെയ്തു എന്നുള്ളത്. ഓക്കെ, സോ താങ്ക് യു. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു.